പാകിസ്ഥാനെ പിന്തുണച്ചതിൻ്റെ പേരിൽ പണി കിട്ടിയിരിക്കുന്നത് തുർക്കിക്കാണ്. അവിടെയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇന്ത്യ അവസാനിപ്പിച്ചു. അതായത് അസർബൈജാൻ യാത്ര റദ്ദാക്കി. അതോടൊപ്പം തന്നെ ഒരുപാട് നിയന്ത്രണം വരുന്നുണ്ട്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് ഇനി അങ്ങോട്ട് നേരിടേണ്ടി വരുന്നത്. അതെ അതെ. ഇന്ത്യയിൽ പല ബിസിനസ്സും തുർക്കി കമ്പനികൾ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ എയർപോർട്ട് ഗ്രൗണ്ട് സർവീസുകൾ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസസ് പലതും ചെയ്യുന്നുണ്ടായിരുന്നു. കൊച്ചി അടക്കം, കൊച്ചി, തിരുവനന്തപുരം എന്നീ വിമാനത്താവളങ്ങളിലടക്കം ടർക്കിയുമായിട്ട് ടൈ ഉള്ള കമ്പനികളുടെ സേവനം ഉണ്ടായിരുന്നു. അതെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ചൈനയോടൊപ്പം പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ പിന്തുണച്ചു. ഓപ്പണായിട്ട് അവർ പിന്തുണച്ച രണ്ട് രാജ്യങ്ങളിലൊന്ന് തുർക്കിയാണ്. അപ്പോൾ ആദ്യത്തെ ഈ ബാൻ വന്നത് ഈ തുർക്കിയിലേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ പോകുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈമിനൊക്കെ. അങ്ങനെ ബുക്ക് ചെയ്യപ്പെട്ട 3000-ഓളം യാത്രക്കാരുടെ യാത്ര അബ്രപ്റ്റായിട്ട് യാത്രാ കമ്പനികൾ, നമ്മുടെ മേക്ക് മൈ ട്രിപ്പ് പോലെയുള്ള യാത്രാ കമ്പനികൾ, 5ഓളം കമ്പനികൾ അവർ തുർക്കിയിലേക്കുള്ള എല്ലാ ബുക്കിങ്ങും അവസാനിപ്പിച്ചു. അസർബൈജാനിലേക്ക് ഈ രണ്ടും കഴിഞ്ഞു. പിന്നെ ഇന്ത്യയിലെ സർവകലാശാലകൾ, JNU, ജാമിയ മില്ലിയ ഇസ്ലാമിയ, കാൺപൂർ യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ തുർക്കിയിലെ സർവകലാശാലകളുമായിട്ട് ടൈ ഉണ്ടായിരുന്നു. അപ്പോൾ ടിന്നിങ് പ്രോഗ്രാംസ്, ഇവിടെ കുറേ കാലം കോഴ്സ്, പിന്നെ കുറച്ച് കാലം അവിടെ, ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു. ഈ ബന്ധം ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതുപോലെ അദാനി ഗ്രൂപ്പ് ഡ്രാഗൺ പാസ് കമ്പനിയുമായി, അതൊരു ടർക്കിഷ് കമ്പനിയാണ്, ഡ്രാഗൺ പാസ് കമ്പനിയുമായി ഉണ്ടാക്കിയ പങ്കാളിത്തം, ആ പങ്കാളിത്ത കരാർ വന്നത് കഴിഞ്ഞ 8-ാം തീയതിയാണ്. അത് തുടരണ്ട എന്ന് തീരുമാനിച്ചു. അത് തിരുവനന്തപുരത്തെ എയർപോർട്ട് അടക്കമുള്ള സ്ഥലങ്ങളിലെ സർവീസിനായിരുന്നു. അദ്ദേഹം അത് അവസാനിപ്പിച്ചത് ഈ ഇന്ത്യ പാക് സിന്ദൂർ ഓപ്പറേഷന് ശേഷമാണ്. അതിൽ തുർക്കി എടുത്തിരിക്കുന്ന ഇന്ത്യ വിരുദ്ധ നിലപാട് തുടരുന്നിടത്തോളം കാലം നമുക്കവരുമായിട്ടുള്ള യാതൊരു സൗഹൃദവും ബന്ധവും വേണ്ട. ബംഗ്ലാദേശിനെതിരെയും അത്തരത്തിൽ എന്തോ ഒരു തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം ബംഗ്ലാദേശിൽ ഇപ്പോൾ ധാരാളം ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ, ഗാർമെന്റ്സ് നിർമ്മാണ മേഖലയിലൊക്കെ തുണി കയറ്റുമതിയിൽ എന്തോ ഒരു നിയന്ത്രണമൊക്കെ വന്നിട്ടുണ്ട്. അത് ഓപ്പണായിട്ട് ഒരു പ്രഖ്യാപനമായിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. നടപടികൾ രഹസ്യമായി നടക്കുന്നുണ്ട്. പക്ഷേ തുർക്കിയുടെ കാര്യത്തിൽ അത് ഓപ്പൺലി ഡിക്ലെയർഡ്. ഇന്ത്യ ഗവൺമെൻറ്റിനെ ഓപ്പണായിട്ട് എതിർത്ത, പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻ ഇഷ്യൂവിൽ പക്ഷം ചേർന്ന തുർക്കിയെയും ചൈനയെയുമാണല്ലോ നമ്മൾ ഓപ്പണായി കണ്ടത്. അതിൽ തുർക്കിയുമായിട്ടുള്ള എല്ലാ വ്യാപാര വാണിജ്യ ഇടപാടുകളും 3000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഫ്ലൈറ്റ്, ഹോട്ടൽ ബുക്കിങ്ങുകളെല്ലാം ടൂറിസം മേഖലയിൽ മാത്രം ഭയങ്കരമായ നഷ്ടമാണ്. ടൂറിസം മേഖലയിൽ മാത്രം ഒരു 3000 കോടി രൂപയുടെ നഷ്ടമാണ്. 22% പേർ, അതായത് തുർക്കിയിലേക്ക് യാത്ര ബുക്ക് ചെയ്തവരിൽ ഏകദേശം 22% പേരും, അസർബൈജാനിലേക്കുള്ളത് 30% മുകളിൽ പേരും യാത്ര റദ്ദാക്കി. അത് യാത്രക്കാർ സ്വമേധയാണ് ചെയ്തത്. അതെ. അത് പിന്നീടാണ് ഈ ടൂർ കമ്പനികൾ അവരുടെ ബുക്കിംഗ് എടുക്കണ്ട എന്ന് വെച്ചത്. മറ്റേ ഇവർക്ക് റീഫണ്ടിങ് കൊടുത്തത്. മനസ്സിലായി. അപ്പോൾ ഇനി തുർക്കിയായിട്ടുള്ള ഈ യാത്രാവിലക്കുകൾ വേറെ വരുമോ എന്നറിയില്ല. ഏതായാലും അവരുമായിട്ടുള്ള വാണിജ്യ ഇടപാടുകളും ബിസിനസ്സുകളും ഒക്കെ നിൽക്കാൻ പോകുന്നു. അതുപോലെ കൾച്ചറൽ മേഖലയിലുള്ളത്, വിദ്യാഭ്യാസ മേഖലയിലുള്ളത് നിൽക്കുകയാണ്. അതാണ് ഇതിനകത്ത് ഒരു കാര്യം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷം 3.8 ലക്ഷം ഇന്ത്യക്കാരാണ് ഇവിടേക്ക് യാത്ര ചെയ്തത്. ഓരോ യാത്രക്കാരിൽ നിന്നും 60,000 മുതൽ 70,000 രൂപ വരെ കണക്കാക്കിയാൽ പോലും ഏകദേശം 3000 കോടി രൂപയാണ് ഈ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ചെലവഴിച്ചിരുന്നത്. എവിടെയാണ് പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കണം. പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഉള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ഇരു രാജ്യങ്ങളും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ വിവിധ രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നു.
ഈ സമയത്താണ് പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തുർക്കി മുന്നോട്ട് വന്നത്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ പിന്താങ്ങുന്നതിലൂടെ തുർക്കിയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ വാദങ്ങൾ ഉയർന്നു വന്നു. അത് മാത്രമല്ല, തുർക്കിയുടെ അംബാസഡർ വന്ന് ഡൽഹിയിൽ കാത്തിരിക്കുകയാണ്. ഇതുവരെയും രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ഔദ്യോഗിക അംഗീകാരം പുതുതായി തുർക്കി ഇന്ത്യയിൽ നിയമിച്ച അവരുടെ നയതന്ത്ര പ്രതിനിധിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം കാത്തിരിക്കുകയാണ്. അലി മുറാഖ് എർസോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന ടൈം ഷെഡ്യൂൾ ശരിയായിട്ടില്ലെന്നാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പുതിയ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മടങ്ങിപ്പോകേണ്ടി വരുമോ എന്നാണ് ശങ്കിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ടൂറിസം രംഗത്തിനും അതോടൊപ്പം മറ്റ് പല വിദ്യാർത്ഥികൾക്കും ഒക്കെ ഒരുപാട് ദോഷം ചെയ്യില്ലേ? തുർക്കിയിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വരുന്ന ആളുകളുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ. അതെ. അപ്പോൾ അവർക്ക് ഇനി വരാൻ പറ്റില്ല. നിലവിലുള്ള വിദ്യാർത്ഥികളെ മാത്രം ചിലപ്പോൾ ഒരുപക്ഷെ അനുവദിച്ചേക്കും. മാനുഷിക പരിഗണന. ഇല്ലെങ്കിൽ അവർ നിലവിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ പറയും. അപ്പോൾ തുടർന്ന് ആ രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ ഇന്ത്യയിൽ സ്വീകരിക്കേണ്ട എന്ന ഒരു തീരുമാനം യൂണിവേഴ്സിറ്റികളൊക്കെ സ്വമേധയായിട്ട് എടുക്കുന്നുണ്ട്. JNUവിൽ നിന്നും ജാമിയ മില്ലിയയിൽ നിന്നും കാൺപൂരിൽ നിന്നും അവിടുത്തെ വൈസ് ചാൻസലർമാർ പ്രഖ്യാപിച്ചതാണ് ഈ കാര്യം. അപ്പം അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ കേരളത്തിലോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി തുർക്കി സ്റ്റുഡൻസ് ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ അവർക്കും ഒരുപക്ഷെ ഈ നിലവിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മടങ്ങേണ്ടി വരും. പുതുതായിട്ട് ആരെയും എടുക്കാൻ സാധ്യതയില്ല. ഇത്രയും ബന്ധങ്ങൾ, അതായത് ഇത്രയധികം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികൾ അടക്കം അവിടുന്ന് ഇങ്ങോട്ടൊക്കെ പോയിട്ടും എന്തുകൊണ്ടാണ് ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ അനുകൂലമായിട്ട് തുർക്കി നിലപാടെടുക്കുന്നത്? അതൊരു ഇസ്ലാമിക് സാഹോദര്യം, പാൻ ഇസ്ലാമിക് ഐഡിയ. അപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുക എന്നുള്ളത് അവരുടെ ഒരു മതപരമായ ദൗത്യം എന്ന നിലയിലായിരിക്കണം അവിടുത്തെ പുതിയ ഭരണകൂടം. അല്ല, എന്നിരുന്നാൽ കൂടി മറ്റ് ഇസ്ലാം രാഷ്ട്രങ്ങളൊന്നും തന്നെ അന്നേരം പ്രത്യക്ഷത്തിൽ ഒരു, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ. പിന്നെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോടൊപ്പമാണ്. അതെ. അത് പിന്നെ പാകിസ്ഥാനുമായിട്ട് അടിയിട്ട് നിൽക്കുന്ന അതിർത്തി തർക്കമുള്ള രാജ്യമാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ ഒരു താലിബാൻ സർക്കാരായിട്ട് പോലും അവർ പാകിസ്ഥാനെ അനുകൂലിക്കുന്നില്ല. മാത്രമല്ല ബലൂചിസ്ഥാനിലെ ഇഷ്യൂവിൽ ബലൂജികളോടൊപ്പമാണ് അവർ. അപ്പം അത് ആ അർത്ഥത്തിലൊരു മുസ്ലിം സാഹോദര്യത്വത്തിൻ്റെ കെട്ടുറപ്പായ നീക്കമാണ് ഇതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തുർക്കി ഇങ്ങനെ ഒരു നയം സ്വീകരിച്ചു. അത് ചൈനയും തുർക്കിയും മാത്രമേ ചെയ്തുള്ളൂ. ഒരു അറേബ്യൻ രാഷ്ട്രവും ചെയ്തിട്ടില്ല. അവിടെയൊക്കെ നരേന്ദ്രമോദിയൊക്കെ സൗദിയിലൊക്കെ പോയപ്പോൾ അവിടെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനങ്ങൾ അകമ്പടി പോയി സ്വീകരിച്ചു വരിക, അത്ര ആദരവാണ് അദ്ദേഹത്തിന് നൽകിയത്. അപ്പം ഇത് തുർക്കിക്ക് ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ അത് പണ്ട് മുതലേ അവിടുത്തെ പിന്നെ ഭരണാധികാരിക്ക് ബുദ്ധിശൂന്യനാണ് എന്നാണ് തെളിയിക്കുന്നത്. അതെ. അപ്പോൾ അവർ ഇന്ത്യ വരും കാലങ്ങളിൽ എങ്ങനെ വ്യാപാര മണ്ഡലത്തിലും മറ്റ് ശാക്തിക മേഖലയിലും എങ്ങനെ മുന്നോട്ട് പോകുമെന്നോ, അതിൻ്റെ വേൾഡ് ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് അമേരിക്കയ്ക്ക് വരെ മനസ്സിലായിരിക്കെ അത് തുർക്കിയെ പോലെയുള്ള ഒരു മണ്ടൻ രാജ്യം അത് തിരിച്ചറിയുന്നില്ല. ചൈന എതിർക്കുന്നതിന് അത് മനസ്സിലാകാം. പാകിസ്ഥാനോടൊപ്പം തുർക്കി ചേർന്നതിൽ ഈ മതപരമായ അടിസ്ഥാനമല്ലാതെ വേറൊരു കാര്യവുമില്ല. അത് പക്ഷേ അവർക്ക് ഇനിയിപ്പോൾ വലിയൊരു ഇനി അങ്ങോട്ടുള്ള അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ അത് നല്ല രീതിയിൽ ബാധിക്കും. ഇപ്പൊ തന്നെ മേഖലയിൽ മാത്രം 3000 കോടി രൂപ ഒറ്റയടിക്ക് പോയി. അതുപോലെ അവിടുത്തെ ചില കമ്പനി ടർക്കിഷ് കമ്പനികൾ ഇവിടുത്തെ എയർപോർട്ടിൽ ഹാൻഡിൽ ചെയ്തിരുന്ന സൗകര്യങ്ങളിൽ അവരുടെ സർവീസ്, അതിൽ നിന്നുള്ള വരുമാനം നിൽക്കും. അതൊക്കെ ഏറ്റെടുക്കാൻ വേറെ നല്ല പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ വരും. അതാണ് ഇതിൻ്റെ അനന്തരഫലം. ഏതായാലും ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഈ ഭീകരവാദത്തെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് ഈ പറഞ്ഞ പോലെ സൈനിക മേഖലയിലൊന്നും അവരെ ആക്രമിച്ചാൽ പോലും അവർക്ക് ഇത്രയും വൈരാഗ്യമില്ല. ഈ ഭീകരവാദത്തെ ഇത്രയധികം അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നത്, ഭീകരവാദം അവരെ സംബന്ധിച്ച് അവിടുത്തെ പാകിസ്ഥാനിലെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാനിൽ ജനാധിപത്യ ഭരണകൂടം അല്ലല്ലോ.
നിയന്ത്രിക്കുന്നത്. അല്ല. അവിടെ പേരിനൊരു ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ആരെങ്കിലും അധികാരത്തിൽ വരും. ആ അധികാരത്തിൽ വരുന്ന അവരുടെ ആജ്ഞകളൊന്നും അവിടുത്തെ പട്ടാളം ചെവിക്കൊള്ളാറില്ല. അവിടെ മദ്രസയിലെ മുല്ലമാരും പിന്നെ മിലിറ്ററിയുമാണ് പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ വെടിനിർത്തൽ ഭരണാധികാരികൾ തമ്മിൽ അംഗീകരിച്ചാൽ പോലും വെടി നിൽക്കത്തില്ല. അങ്ങനെ കണ്ടല്ലോ നമ്മൾ. അത് ട്രംപ് അമേരിക്കയിൽ നിന്ന് ആവേശത്തോടെ ഞാനിടപെട്ടു, സീസ് ഫയറായി, ട്രൂസായി എന്ന് പറഞ്ഞ് ഇന്ത്യ ഗവൺമെൻറ് വെയിറ്റ് ചെയ്യായിരുന്നു. അതിനു മുമ്പ് ആവേശത്തോടെ പറഞ്ഞു. ഇപ്പോൾ ട്രംപ് തിരുത്തിയിട്ടുണ്ട്. അപ്പോഴും അതിനുശേഷവും വെട്ടി. അന്ന് 5:30 ഇന്ത്യൻ സമയം 5:30 ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതേസമയത്ത് രാത്രി 8:30 പൂഞ്ചിൽ പിന്നെയും വെടിവെപ്പുണ്ടായി. അപ്പോൾ അത് പിന്നീട് അതിൻ്റെ ഒരു പിന്നെ വിശദീകരണം നമ്മൾ വ്യാഖ്യാനവും വന്നത് ട്രംപ് ഇടപെട്ട് അങ്ങനെ അവസാനിപ്പിച്ചു എന്ന അത് ചൈനയ്ക്ക് നാണക്കേടായി. അതുകൊണ്ട് ചൈനയെ തൃപ്തിപ്പെടുത്താൻ പാകിസ്ഥാൻ അങ്ങനെ 1-2 വെടിയും കൂടെ വെച്ചതാണ് എന്നൊരു വ്യാഖ്യാനം. ഏതായാലും ഈ കാര്യത്തിൽ തുർക്കി കാണിക്കുന്നത് തലമറന്ന് എണ്ണ തേക്കുന്നു എന്ന് പറയുന്നു. അതുപോലൊരു നയമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.